നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളൊരു വലിയ മീറ്റിംഗിലാണ്. മാസങ്ങളായി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കുകയാണ്. യൂസർ ടെസ്റ്റിംഗിന്റെ ഫലങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞതും ബോർഡിലിരിക്കുന്ന ഒരു പ്രധാന സ്റ്റേക്ക് ഹോൾഡർ ആ ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യം കേൾക്കുമ്പോഴേ നെഞ്ചൊന്ന് കാളും, അല്ലേ? പക്ഷെ പേടിക്കണ്ട, ഈ ചോദ്യത്തെ വളരെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഒരു വഴിയുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനെ ഒരു കുറ്റാന്വേഷണം പോലെ സമീപിച്ചാലോ? നിങ്ങളുടെ യൂസർ ടെസ്റ്റിംഗ് വെറുതെ ശരിയാണെന്ന് വാദിക്കുകയല്ല, മറിച്ച് അത് തെളിയിക്കാൻ വേണ്ട ശക്തമായ തെളിവുകൾ എങ്ങനെ നിരത്താമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അന്വേഷണത്തിലെ ഏറ്റവും ആദ്യത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നമ്മൾ ആരെയാണ് പരീക്ഷിച്ചത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മറുപടികളുടെ വില. നിങ്ങളുടെ വാദങ്ങൾ ശക്തമാക്കണമെങ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പിനെക്കുറിച്ച് ഈ 5 കാര്യങ്ങൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. എത്ര പേർ പങ്കെടുത്തു? അവർ ഏതു തരം ഉപയോക്താക്കളായിരുന്നു? അവർ എവിടെ നിന്നുള്ളവരായിരുന്നു? അവരെ എങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റിലേക്ക് കണ്ടെത്തിയത്? അവർക്ക് എന്ത് പ്രതിഫലമാണ് കൊടുത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കേസിന്റെ അടിത്തറ. നിങ്ങൾ ഏതു തരം ഉപയോക്താക്കളെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗം, അതായത് പുതിയ കാര്യങ്ങൾ ആദ്യം തന്നെ പരീക്ഷിക്കുന്നവർ. അവർ പുതിയ ആശയങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് തരും. പക്ഷേ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറങ്ങുന്നതിന് മുൻപ് സാധാരണ ഉപയോക്താക്കൾ എന്തു പറയുന്നു എന്നറിയുന്നത് നിർണായകമാണ്. കാരണം ഈ 2 കൂട്ടരും നൽകുന്നത് 2 തരത്തിലുള്ള ഫീഡ്ബാക്കുകളായിരിക്കും. ശരി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾ 5 പേരെയാണോ അതോ 50 പേരെയാണോ ടെസ്റ്റ് ചെയ്തത്? ഇവിടെ ആ സംഖ്യയേക്കാൾ പ്രധാനം ആ സംഖ്യ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണമെന്നതാണ്. ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റെലവൻസ് എന്ന വലിയ വാക്ക് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. സംഭവം വളരെ ലളിതമാണ്. നിങ്ങൾ 10 പേരോട് സംസാരിച്ചാൽ ആ 10 പേരുടെ അഭിപ്രായം 1,00,000 പേരുടെ അഭിപ്രായത്തെ പ്രതിനിധീകരിക്കുമോ? അതുമാത്രം അറിഞ്ഞാൽ മതി. അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഇവിടെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ 15 പേരെ ടെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിലല്ല കാര്യം. എന്തുകൊണ്ട് 15 പേരെ ടെസ്റ്റ് ചെയ്തു എന്ന് വ്യക്തമായി വിശദീകരിക്കുന്നതിലാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു പ്രത്യേക പ്രശ്നം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പാറ്റേൺ വ്യക്തമാകുന്നതുവരെ നിങ്ങൾ ടെസ്റ്റ് തുടർന്നതായിരിക്കാം. ആ കാരണം, അതാണ് നിങ്ങളുടെ വാദത്തിന്റെ കാതൽ. ഇവിടെയാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങളുടെ സാമ്പിൾ സൈസിന് പരിമിതികളുണ്ട് എന്ന് തുറന്നു പറയുന്നത് ഒരു കുറച്ചിലല്ല. സത്യത്തിൽ അത് നിങ്ങളുടെ വിശ്വാസ്യത കൂട്ടുകയാണ് ചെയ്യുക. ഈ ഫലം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത 15 പേരെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടുതൽ ആളുകളിൽ ചിലപ്പോൾ ഇത് വ്യത്യസ്തമാകാം എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല, അതൊരു സത്യസന്ധതയാണ്, പ്രൊഫഷണലിസമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചത് ആരെ ടെസ്റ്റ് ചെയ്തു എന്നതിനെക്കുറിച്ചാണ്. ഇനി അവർ ടെസ്റ്റിനിടെ എങ്ങനെ പെരുമാറി, എത്രത്തോളം കാര്യമായി അതിൽ പങ്കെടുത്തു എന്ന് നോക്കാം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഖ്യയാണ് കംപ്ലീഷൻ റേറ്റ്. അതായത് ടെസ്റ്റ് തുടങ്ങിയവരിൽ എത്ര ശതമാനം പേർ അത് മുഴുവനായി പൂർത്തിയാക്കി. ഈയൊരു സംഖ്യ മതി ഉപയോക്താക്കൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൽ എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നും നിങ്ങളുടെ ടെസ്റ്റ് എത്രത്തോളം എളുപ്പമായിരുന്നു എന്നും മനസ്സിലാക്കാൻ. ഇവിടെയൊന്ന് നോക്കൂ, 15% പേർ പാതി വഴിയിൽ നിർത്തിപ്പോയി. എന്തുകൊണ്ടായിരിക്കും അത്? ടെസ്റ്റ് ഒരുപാട് സങ്കീർണമായിരുന്നോ? അതോ നിങ്ങളുടെ പ്രോഡക്റ്റ് അവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയോ? ഒരു ഉയർന്ന ഡ്രോപ്പ് ഓഫ് നിരക്ക് എപ്പോഴും ഒരു അപായസൂചനയാണ്. അതിന്റെ കാരണം നമ്മൾ എന്തായാലും കണ്ടെത്തണം. യൂസർ ടെസ്റ്റിംഗിന്റെ ലക്ഷ്യം കുറേ ഡേറ്റ ശേഖരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ആ ഒരു ആഹാ നിമിഷം, അതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ ഈ ഉൾക്കാഴ്ചകളിലേക്കെത്താൻ ഒരു വഴിയുണ്ട്, ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ്. ആദ്യം കിട്ടുന്ന വിവരങ്ങളെല്ലാം ശേഖരിക്കുക. പിന്നീട് അതിൽ ആവർത്തിച്ചുവരുന്ന പാറ്റേണുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അവസാനം ആ പാറ്റേണുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് രൂപീകരിക്കുക. ഈയൊരു ഫീഡ്ബാക്ക് നോക്കൂ. ഇത് ഒറ്റനോട്ടത്തിൽ ഒരാളുടെ മാത്രം അഭിപ്രായമായി തോന്നാം. പക്ഷേ ഇതൊരു വലിയ ഡിസൈൻ പ്രശ്നത്തിലേക്കുള്ള ചൂണ്ടുവലകയാകാം. ഇതാണ് ഒരു കോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള കണ്ടെത്തലുകളാണ് നിങ്ങളുടെ ടെസ്റ്റിങ്ങിനെ ശരിക്കും വിലപ്പെട്ടതാക്കുന്നത്. അപ്പോൾ ഈ കണ്ടെത്തലുകളെ സംഖ്യകളുമായി എങ്ങനെ ബന്ധിപ്പിക്കാം? ഒരാൾക്ക് മാത്രം സേവ് ബട്ടൺ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് യാദൃച്ഛികമാകാം. പക്ഷേ 10ൽ 5 പേർക്കും ഇതേ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിലോ? അപ്പോൾ അതൊരു യാദൃച്ഛികമല്ല, അതൊരു പാറ്റേൺ ആണ്. കൂടുതൽ ഉപയോക്താക്കളെ ടെസ്റ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള പാറ്റേണുകൾ ഉറപ്പിക്കാനും നമ്മുടെ വാദങ്ങൾ ബലപ്പെടുത്താനും സഹായിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിലെ എല്ലാ തെളിവുകളുമുണ്ട്. ഇനി അന്തിമ വിധി പറയാനുള്ള സമയമാണ്. നമ്മുടെ ഈ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മൾ തുടങ്ങിയ ആ ഒരൊറ്റ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഇത്രയും തെളിവുകൾ പരിശോധിച്ച ശേഷം ആ ചോദ്യത്തിന് നിങ്ങൾക്കിപ്പോൾ ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടോ? ഓർക്കുക,
ഉത്തരം അതെ എന്നോ അല്ല എന്നോ പറയുന്നതിലല്ല കാര്യം, എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നതിലാണ്. അപ്പോൾ ഇനി അടുത്തത് എന്തു ചെയ്യണം? ഈയൊരു സിമ്പിൾ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. നിങ്ങളുടെ കണ്ടെത്തലുകൾ വളരെ ശക്തമാണെങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകാം. ഇനി അഥവാ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ടെസ്റ്റിന് തയ്യാറെടുക്കുക. ഒന്നോർക്കുക, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പരാജയമല്ല, അത് പഠനപ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇനി ഈ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ അവസാനമായി നടത്തിയ യൂസർ ടെസ്റ്റിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അതിന്റെ തെളിവുകൾ എത്രത്തോളം ശക്തമായിരുന്നു? അടുത്ത തവണ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചട്ടക്കൂട് ഉപയോഗിച്ച് നിങ്ങളുടെ കേസ് കൂടുതൽ ശക്തമാക്കാൻ സാധിക്കട്ടെ.